Hi all, magic morning. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ കമന്റ് ബോക്സിൽ മാജിക് മോർണിംഗ് എന്നൊക്കെ ടൈപ്പ് ചെയ്യാം കേട്ടോ. എല്ലാവരും ഒന്ന് വിഷ് ചെയ്തേ. ഓക്കെ, അപ്പം ഇന്ന് നമുക്ക് പുതിയൊരു ട്രെയിനറാണ് ഇന്നത്തെ ഒരു സെഷന് എടുക്കുന്നത്. നിങ്ങൾ പോസ്റ്റിൽ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ? സെബിൻ ഖാദർ മാം ആണ്. മാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അഡ്വക്കേറ്റ് ആണ്. അതുപോലെ തന്നെ ഞാൻ ഓഡിയബിൾ അല്ലേ? Yes, ma'am. Yes, yes. ഓക്കെ, താങ്ക് യു. അപ്പം സെബിൻ ഖാദർ മാം അഡ്വക്കേറ്റ് ആണ്. അതുപോലെ തന്നെ അവര് സോൺ ട്രെയിനർ ആണ്. ഇന്ത്യ സോൺ ട്രെയിനറും JCI സോൺ ട്രെയിനറും കൂടെയാണ്. അപ്പം ഈ ഒരു സെഷന്റെ ടോപ്പിക് വരുന്നത് ലൈഫ് സ്കിൽസ് ആണ് അവരുടെ ടോപ്പിക് വരുന്നത്. മേ ബി ഇതിനെ കുറിച്ചും അതുപോലെ തന്നെ മാമിനെ കുറിച്ച് കൂടുതലായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും അതിന് വേണ്ടിയിട്ടും ഞാൻ മാമിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. സെബിൻ മാം. Hi. Sabin ma'am, please welcome ma'am. Thank you so much. Audible ആണോ? Yes ma'am. Okay. വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. Sorry, 1 minute. Okay. Recording in progress. Yeah. ഇപ്പൊ ഓക്കെ ആണോ? Yes. Okay. ഹായ് എവരിവൺ, വെരി ഗുഡ് മോർണിംഗ്. ഫസ്റ്റ് ഓഫ് ഓൾ 26 പേര് പാർട്ടിസിപ്പൻസ് ഈ മോർണിംഗിൽ തന്നെ ഉള്ളപ്പോൾ ഒരു സംശയമില്ല. കാരണം എന്താ വെച്ചാൽ ഇത്രയും നല്ലൊരു what you call meditation session ആണ്. and I truly believe in meditation. So this is a wonderful one. ഞാൻ സെഷൻ സ്റ്റാർട്ട് ചെയ്യണ്ടല്ലോ, എന്നെ പറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ എന്നുള്ളതല്ലേ? ഓക്കെ, സോ എന്നെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ അഡ്വക്കേറ്റ് ആണ്. കോർപ്പറേറ്റ് ലോയറിംഗ് ആണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത്. പിന്നെ ലിറ്റിഗേഷൻ ഉണ്ട്. എക്കോമോൺ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ലീഗൽ കൺസൾട്ടന്റ് ആണ്. ആൻഡ് JCIയുടെ സോൺ ട്രെയിനർ പ്രൊവിഷണൽ, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു അസൈൻമെന്റും കൂടിയാണ് ഓൺലൈൻ ട്രെയിനിങ് എന്ന് പറയുന്നത്. സോ താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി ഫസ്റ്റ് ഓഫ് ഓൾ. ആൻഡ് യെസ്, സോ ദാറ്റ്സ് ഓൾ. ഓക്കെ, അപ്പൊ മാമിനെ കുറിച്ച് മാം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സെഷനിലേക്ക് പോവാം. മാമിന്റെ ടോപ്പിക് വരുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു, ലൈഫ് സ്കിൽസ് അല്ലെ? അപ്പൊ അത് എന്താണെന്നുള്ളത് മാം തന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ആയിരിക്കും. സ്റ്റാർട്ട് ചെയ്തോളൂ. ഫസ്റ്റ് ഓഫ് ഓൾ, നമുക്ക് എല്ലാവർക്കും ഓരോ ടോപ്പിക്സ് ഓരോ ദിവസം എടുക്കാറുണ്ടല്ലോ. അപ്പം ടൈം മാനേജ്മെന്റ് ആയിരിക്കാം, ഇനി വേറെ ഏതെങ്കിലും എക്സ്ക്യൂസ് മീ 1 minute. യെസ്, ഓക്കെ. സോ ടൈം മാനേജ്മെന്റ് ആയിരിക്കാം, ഇനി ഹെൽത്തി ലിവിങ് ആയിരിക്കാം. സോ ഇതൊക്കെ ബേസിക്കലി എന്ന് പറയുന്നത് ലൈഫ് സ്കിൽസ് ആണ് അല്ലെ? ലൈഫ് സ്കിൽസ് എന്ന് പറയുമ്പോൾ, സ്കിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ നമ്മൾ എക്സ്പെർട്ടൈസ്ഡ് ആവുക എന്നുള്ളതാണ് സ്കിൽ എന്ന് പറയുന്നത്. ഇപ്പൊ മോർണിംഗ് എഴുന്നേൽക്കുക എന്ന് പറയുന്നത് ഒരു ഡിസിപ്ലിൻഡ് ലൈഫിന്റെ ഒരു ഭാഗമാണ്. അപ്പം ഇപ്പം നിൽക്കുന്ന ഇവിടെയുള്ള 26 മെമ്പേഴ്സ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഡിസിപ്ലിൻഡ് ലൈഫിന്റെ ഭാഗമായി കഴിഞ്ഞവരാണ്. അപ്പം അതിനെ പറ്റിയിട്ട് കൂടുതൽ നമ്മൾ ചർച്ച ചെയ്യണ്ടല്ലോ. രാവിലെ എഴുന്നേൽക്കണം, വേക്കപ്പ് ഇൻ ദ മോർണിംഗ്, മോർണിംഗിന്റെ ബെനിഫിറ്റ്സ് എന്താണ്, മെഡിറ്റേഷന്റെ ബെനിഫിറ്റ്സ് എന്താണ്, അല്ലെ വിഷ്വലൈസേഷന്റെ ബെനിഫിറ്റ്സ് എന്താണ് എന്ന് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലാത്ത ഒരു ക്രൗഡാണ് ഇപ്പം ഈ 25 മെമ്പേഴ്സ് അല്ലെങ്കിൽ 26 മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ബിയോണ്ട് ദാറ്റ് നമ്മൾ ലൈഫ് സ്കിൽസ് എന്ന് പറയുമ്പോൾ, ഇപ്പം ഞാനൊരു അഡ്വക്കേറ്റ് ആയതുകൊണ്ട് നമ്മൾ കാണുന്ന ഒരുപാട് പ്രോബ്ലംസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫേസ് ചെയ്യുന്ന ഒരുപാട് ചാലഞ്ചസ് അല്ലെങ്കിൽ കേസസ് വരുന്നത്, ഇപ്പൊ ഫാമിലി കേസസ് എടുക്കുകയാണെങ്കിൽ മിക്കതും വരുന്നതും അവരുടെ ഒരു ലൈഫ് സ്കിൽസിലുള്ള അപാകത, അല്ലെങ്കിൽ അവര് പല കാര്യങ്ങളിലും അഡ്രസ് ചെയ്യുന്നത് കുറവായതുകൊണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ പേഷ്യൻസ്, മെയിൻലി പേഷ്യന്റ് ലെസ് ആയിട്ടുള്ള ആളുകൾ, അതായത് എന്തെങ്കിലും
ഒരു കാര്യത്തിൽ പെട്ടെന്ന് ക്ഷുഭിതരാവുക, പെട്ടെന്ന് ദേഷ്യം പിടിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് വാട്ട് യു കോൾ മാനേജ് ചെയ്യാൻ പറ്റാതിരിക്കുക, ഡിസിഷൻ മേക്കിംഗ് പുവർ ആയിരിക്കുക. അങ്ങനെയുള്ള ആളുകൾക്കാണ് ഈ പറയുന്ന പോലെ നമ്മളിപ്പം ഒരു കേസുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് മനസ്സിലാവുന്നത് ഒരു പാർട്ടി വിൽ ബി ദ പേഴ്സൺ ഹൂ ഈസ് വെരി ഇൻടോളറന്റ്. ഒരു ഇത്തിരി പോലും ക്ഷമയില്ലാത്ത ഒരാളായിരിക്കും ഒരാള്, മറ്റാൾ ഒരു പക്ഷേ ക്ഷമയുള്ളതായിരിക്കും, അല്ലെങ്കിൽ അവിടെ ഒരു ഡിസിഷൻ മേക്കിംഗ് പ്രോപ്പർ ആയിട്ട് നടന്നില്ല എന്നാണ് നമ്മൾ കാണുന്നത്. അപ്പം ഇതെല്ലാം എന്തിന്റെ ഭാഗമാണ്? ലൈഫ് സ്കില്ല് പുവർ ആയിട്ടുള്ളതിന്റെ ഭാഗമാണ്. അപ്പൊ നമ്മൾ ലൈഫ് സ്കിൽ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്മൾ എപ്പോഴും പറയും ടൈം മാനേജ്മെന്റ്. ടൈം ഈസ് വെരി ഇമ്പോർട്ടന്റ് അല്ലെ? സമയം എന്ന് പറയുന്നത് വളരെ അമൂല്യമാണ്. രാവിലെ എഴുന്നേൽക്കുന്നവർക്കാണ് ആ ഒരു സമയം കറക്റ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാറ്. അപ്പം രാവിലെ എഴുന്നേറ്റില്ല, ഒരു 10 മണി ഒക്കെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് സത്യം പറഞ്ഞാല് ടൈം വളരെ ലിമിറ്റഡ് ആയിട്ട് തോന്നുകയും നമുക്ക് അത് പ്രോപ്പർലി നമുക്ക് സ്കെഡ്യൂൾ ചെയ്യാനും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ടൈം മാനേജ്മെന്റിൽ നമ്മൾ ഇതുപോലെ നമ്മൾ പോമോഡോറോ ടെക്നിക് എന്ന് പറയുന്ന അല്ലെ പല ടെക്നിക്കൽ ടേംസ് ഉണ്ട്, അത് സ്പ്ലിറ്റ് ചെയ്യുന്നില്ല. അതിന് പകരം ഞാൻ പറയുന്നത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അതിൽ എന്തൊക്കെയാണ് ഇമ്പോർട്ടന്റ്, അൺഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതെല്ലാം നമ്മൾ എഴുതി വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ മനസ്സിൽ കുറിച്ച് വെച്ചിട്ട് അതിനനുസരിച്ച് നമ്മൾ അഡ്രസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ടൈം മാനേജ്മെന്റിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. അതുപോലെ തന്നെ ലൈഫ് സ്കിൽ വരുന്നതാണ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. നമ്മൾ സംസാരിക്കുന്ന കാര്യം മറ്റേ ആള് അറിഞ്ഞിരിക്കുക എന്നുള്ളത്. അതായത് വീട്ടിലാണെങ്കിൽ പോലും എനിക്ക് ഒന്നാമത് ക്രൗഡ്. യെസ്, ആം ഐ ഓഡിബിൾ? കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. യെസ്, താങ്ക് യു. സോ യെസ്, അപ്പൊ പറയുന്നത് എന്താ വെച്ചാല് നമ്മള് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് പ്രോപ്പർ ആവുക എന്നുള്ളത്. അതായത് നമ്മൾ സംസാരിക്കുന്ന കാര്യം മറ്റേ ആള് അറിഞ്ഞിരിക്കുക. അതിപ്പം ഇന്ന ഏജ് ഗ്രൂപ്പ് ഇല്ല, എല്ലാ ഏജ് ഗ്രൂപ്പുള്ള ആളുകൾക്കും ആശയവിനിമയം നടത്തണം, അതായത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പം ആ കാര്യങ്ങൾ പ്രോപ്പർ ആയിട്ട് മറ്റു ആളിലേക്ക് അഡ്രസ് ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടി നമ്മൾ ചെക്ക് ചെയ്യുക. എങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഒരു മിറർ ടോക്കിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം, അതായത് കണ്ണാടിയിൽ നിന്നിട്ട് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞു നോക്കാം. അപ്പം യെസ്, എത്രത്തോളം എഫക്റ്റീവ് ആണ് അല്ലെങ്കിൽ നമ്മൾ പ്രോപ്പർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് തന്നെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. ഇനിയല്ല നമ്മളൊരു കോംപ്ലക്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ഉദാഹരണത്തിന് ഒരു പത്രത്തിലുള്ള ഒരു ന്യൂസ്, ആ ന്യൂസ് നമ്മൾ അടുത്തുള്ള നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ അടുത്തോ അല്ലെങ്കിൽ വൈഫിന്റെ അടുത്തോ അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ അടുത്തോ ഒന്ന് നമ്മൾ ആ ഒരു ന്യൂസ് ഒന്ന് പറഞ്ഞു കൊടുക്കാം. അതായത് കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള, കുറച്ച് ഗ്രഹിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള, അപ്പം അത് പറഞ്ഞു കൊടുക്കുന്നവർക്ക് എത്ര പെട്ടെന്ന് അത് മനസ്സിലാവുന്നത്, അപ്പൊ ഗ്രഹിക്കാൻ എത്രത്തോളം പെട്ടെന്ന് കഴിയുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിനെ ഡിപ്പെൻഡ് ചെയ്യും. സോ അങ്ങനെയുള്ള കുറച്ച് ക്രൈറ്റീരിയാസ് നോക്കിയിട്ട് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എത്ര ഇംപ്രൂവ് ചെയ്യണം, ഇനി ഇംപ്രൂവ് ചെയ്യേണ്ടതുണ്ടോ എന്നുള്ള ഇവാലുവേഷൻ അനുസരിച്ച് നമ്മൾ അതിന് മാറ്റം വരുത്താം. സോ ഞാൻ ഇപ്പം പറഞ്ഞത് ടൈം മാനേജ്മെന്റ് വിച്ച് ഇസ് വെരി ഇമ്പോർട്ടന്റ്. അതൊരു ലൈഫ് സ്കില്ലാണ്. നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നവരാണ്, അപ്പൊ രാവിലെ എഴുന്നേറ്റ് ആ സമയം കറക്റ്റ് ആയിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്ത്, ഇപ്പൊ രാവിലെ എഴുന്നേറ്റ് പാടെ ഈ ഒരു സെഷനൊക്കെ കഴിഞ്ഞ് പോയി ഉറങ്ങിയാല് എനിക്ക് തോന്നുന്നില്ല അത് ഒരു ഫലവത്തായിട്ടുള്ള സംഭവമായിരിക്കും. അതിന് പകരം രാവിലെ എഴുന്നേറ്റ് കാര്യങ്ങളെല്ലാം ചെയ്ത് രാത്രി അല്ലെങ്കിൽ ഈവനിങ് ഒരു 7:30 8 o'clock ആകുമ്പോഴത്തേക്ക് നമ്മുടെ കാര്യങ്ങളെല്ലാം കൺക്ലൂഡ് ചെയ്തിട്ട് പെട്ടെന്ന് ഉറങ്ങുന്ന ശീലമാണെങ്കിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദിവസം നമുക്ക് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് അത് തന്നെയാണ് പല സയന്റിഫിക് റിസർച്ചുകളും പ്രൂവ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ദെൻ കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ് രണ്ടാമെന്ന് പറഞ്ഞത്. അപ്പൊ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഫസ്റ്റ് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുക, നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നേരത്തെ ചെയ്യണം, അത് ഒരു സ്കില്ലാണ്. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നമ്മൾ പറയുന്ന കാര്യങ്ങൾ മറ്റേ ആൾക്ക് എത്രത്തോളം ഗ്രഹിക്കാൻ കഴിയുന്നുണ്ട് എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് ഒരു ഇവാലുവേഷൻ ഉണ്ടാക്കി ഡെയിലി നമ്മൾ എന്ത് ചെയ്യാം, ഈ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എൻഹാൻസ് ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം. സംസാരിച്ചുകൊണ്ടിരിക്കാം, മിറർ ടോക്കിംഗ് ചെയ്യാം. ഇനി നമ്മളിൽ ആരും ഇൻട്രസ്റ്റഡ് അല്ല, നോബഡി ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ ടോക്കിംഗ് ടു അസ് എന്നുള്ളതാണെങ്കിൽ നമ്മൾ തന്നെ നമ്മളടുത്ത് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സോ അത് ഇംപ്രൂവ് ചെയ്യുക. ആൻഡ് ദെൻ വി വിൽ ബിക്കം എ ലിറ്റിൽ ബിറ്റ് ഇൻട്രസ്റ്റിംഗ് ടു അതർ പീപ്പിൾ. ആൻഡ് നെക്സ്റ്റ് വൺ, ക്രിട്ടിക്കൽ തിങ്കിങ്. നമ്മൾ ഈ പറഞ്ഞ പോലെ ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് ഒരു പാരലൽ ആയിട്ട് പോകുന്ന സംഭവമാണ്. അതായത് ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുമ്പോൾ നമ്മൾ വിവേകപൂർവം ചിന്തിക്കുക എന്ന് പറയല്ലോ. അപ്പൊ ഒരു കാര്യം റീസണബിൾ ആയിട്ട് അതിനെ ക്രിട്ടിക്കലായിട്ട് ചില കാര്യങ്ങൾ എപ്പോഴും നല്ല കാര്യങ്ങളായിരിക്കണം എന്നില്ല. ഐ മീൻ എപ്പോഴും റീസണബിൾ ആയിട്ട് എപ്പോഴും നമ്മൾ യെസ് എന്ന് പറയുന്ന ഒരു സംഭവം ആയിരിക്കില്ല. ചില കാര്യങ്ങൾ നമുക്കൊരു വിയോജിപ്പ് ഉണ്ടായിരിക്കാം, ചില കാര്യങ്ങൾ നമുക്ക് ഇഷ്ടപ്പെടാത്തതായിരിക്കാം. അപ്പം അതിന് എങ്ങനെയാണ് നമ്മൾ അതിനെ ഒരു വാട്ട് യു കോൾ
ചിന്തിച്ച് നമുക്ക് അതിന്റെ ഒരു റീസണബിലിറ്റി എങ്ങനെയാണ് അളക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നന്നായിട്ട് ചിന്തിച്ച് അതിനനുസരിച്ച് ഒരു ഡിസിഷൻ യെസ് ഓർ നോ അല്ലെങ്കിൽ ഇത് ചെയ്യേണ്ടതാണോ ചെയ്യേണ്ടതല്ലേ എന്നുള്ള ഡിസിഷൻ മേക്കിംഗ് പവർ എന്ന് പറയുന്നതും ഒരു സ്കില്ലാണ്. ഇതെന്ന് പറയുമ്പോൾ വാട്ട് യു കോൾ നമ്മൾ റീസണബിലിറ്റി ചെക്ക് ചെയ്യാന്ന് പറയും. ഒരു ഹ്യൂമന്റെ റീസണബിലിറ്റി എങ്ങനെയാ ചെക്ക് ചെയ്യുന്നത് എന്നുള്ളത്. ഇപ്പം ഒരു ആള് മർഡർ ചെയ്തു. മർഡർ എന്ന് പറയുമ്പോൾ കൊലപാതകം ചെയ്തു. അപ്പൊ കൊലപാതകം ചെയ്യുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്യും നല്ലതാണോ മോശമാണോ? ആരെങ്കിലും ഒരാളൊന്ന് റെസ്പോണ്ട് ചെയ്യോ? കൊലപാതകം എന്ന് പറയുന്നത് നല്ലതാണോ മോശമാണോ? ഈ അത് കൊലപാതകം ചെയ്ത റീസൺ അനുസരിച്ചിരിക്കും. റീസൺ അനുസരിച്ചിരിക്കും. ഓക്കെ, കൊലപാതകം ചെയ്ത റീസൺ ഓക്കെ നല്ല റീസൺ ആണ്. അതായത് ഒരാളെ സെൽഫ് അയാളെ എന്തെങ്കിലും ബുദ്ധിമുട്ടാക്കാൻ വന്നു. ഫോർ എക്സാമ്പിൾ ഒരു ലേഡീനെയാണ്. അപ്പൊ ലേഡീനെ കയറി പിടിക്കാൻ വന്നു, ലേഡി കൊലപാതകം ചെയ്തു. നല്ലതാണോ മോശമാണോ? നമ്മള് സ്വയരക്ഷയ്ക്ക് എന്തായാലും ചെയ്തു പോവുമല്ലോ, നല്ലതല്ലേ. ഒരാളെ ഓക്കെ റേപ്പ് ചെയ്യാൻ വന്നപ്പം കൊലപാതകം ചെയ്തു, നിങ്ങൾ പറഞ്ഞ പോലെ നല്ലതായിരിക്കും അല്ലെ? മീൻസ് റീസണബിൾ ആണ്, നമുക്ക് അത് ഓക്കെ ആണ്. ഇനി ഒരാള് വെറുതെ ഒന്ന് അടിച്ചപ്പോ ഇയാള് കത്തി കൊണ്ട് എടുത്തു ഒരു കുത്തു കൊടുത്തു, കൊന്നു. അത് നല്ലതാണോ മോശമാണോ? അത് മോശമാണ്. അതെന്താ കാരണം? ഒന്ന് അടിച്ചപ്പോഴേക്ക് കത്തിയിട്ട് കുത്തുക മോശമല്ലേ? അതെ അതെ, ഗ്രാവിറ്റി ആണ് അല്ലെ ആലോചിക്കുന്നത്. അതായത് മറ്റേതെന്ന് പറയുമ്പോൾ ഒരു റേപ്പിസ്റ്റിനെ നമ്മൾ കൊന്നു, അത് ഓക്കെ ആണ്, റീസണബിലിറ്റി ആണ്. കാരണം എന്താ വെച്ചാൽ ആ സമയത്ത് നമ്മളെ പ്രിവെന്റ് ചെയ്യാൻ അല്ലെങ്കിൽ അവരെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്ത ഒരു ഡ്രാസ്റ്റിക് മെത്തേഡ് അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് ആയിരിക്കും. പക്ഷെ വെറുതെ ഒന്ന് വന്ന് അടിച്ചപ്പോഴേക്ക് ഒന്ന് കൊല്ലുക എന്നുള്ളത് കാരണം അതിന്റെ ഒരു ഗ്രാവിറ്റി അല്ലെങ്കിൽ ഒരു റീസണബിലിറ്റി ചെക്ക് എന്ന് പറയും. അപ്പൊ നമ്മൾ ഈ ഡിസിഷൻ മേക്കിങ്ങിലും അത് തന്നെയാണ് വേണ്ടത്. അതായത് നമ്മുടെ റീസണബിലിറ്റി ചെക്ക് കുറേ ഇൻസ്റ്റൻസസ് നമ്മൾ ലൈഫിൽ കാണുന്നുണ്ട്. ഇപ്പൊ വീട്ടില് ഫോർ എക്സാമ്പിൾ പണ്ടത്തെ പോലെയല്ല ഇപ്പത്തെ വീട്ടിൽ എങ്ങനെ വെച്ചാല് പണ്ടൊക്കെ ഇപ്പം ഞാനൊക്കെ കല്യാണം കഴിഞ്ഞ സമയത്ത് പറയുമ്പോൾ രാവിലെ ഒരു 6 മണിക്ക് എഴുന്നേറ്റിട്ടില്ലെങ്കിൽ അതൊരു വലിയൊരു പ്രശ്നമായിരിക്കും. കാരണം 6 മണി എന്ന് പറയുന്നതാണ് നമ്മുടെ ഡെഡ് ലൈൻ എന്ന് പറയുന്നത്, എഴുന്നേൽക്കുക എന്നുള്ളത്. ഇപ്പത്തെ കാലത്ത് കുട്ടികൾ പറയുമ്പോൾ 10 o'clock അല്ലെങ്കിൽ 11 o'clock ആ സമയത്തൊക്കെ എഴുന്നേൽക്കുന്ന കുട്ടികളുണ്ടാവുക. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? പണ്ടത്തെ സമയം ആലോചിച്ചിട്ട് ഓക്കെ എന്റെ മരുമകള് അല്ലെങ്കിൽ എന്റെ മകള് 10 മണിക്കാണ് എഴുന്നേൽക്കുന്നത്, ഞാൻ പോയി ചീത്ത പറയട്ടെ. എന്റെ മരുമക്കളൊക്കെ നിൽക്കുന്നത് 8:30 8:30 അതെ അതെ, പല ടൈമാണ്. അല്ല പണ്ടത്തെ കാലത്ത് ഞാൻ പറഞ്ഞ പോലെ ഒരു ടൈം ഇത്ര ടൈമിന് എഴുന്നേൽക്കണം, ഇത്ര ടൈമിൽ കിച്ചണിൽ പോകണം അല്ലെ, അങ്ങനെ ഒരു സംഭവം. ഇപ്പൊ അങ്ങനെ ഒരു എന്താ പറയാ, അങ്ങനെ ഒരു അതിർ വരുമ്പോ അല്ലെങ്കിൽ അങ്ങനെ ഒരു നമ്മൾ വരയ്ക്കാൻ നമുക്ക് സാധിക്കില്ല. കാരണം എന്താ വെച്ചാൽ അവർ അവരുടെ പേഴ്സണൽ സ്പേസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സമയമാണ് ഇപ്പം. അപ്പൊ നമ്മൾ അതിൽ ഇന്റർഫിയർ ചെയ്യുക എന്നുള്ളത് ഇപ്പോഴത്തെ കാലത്ത് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. അപ്പം ഈ ഞാൻ വരുന്നത് എന്താ വെച്ചാല് ആ ഒരു സംഗതി ഉണ്ടല്ലോ, ആ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് അല്ലെങ്കിൽ അഡാപ്റ്റേഷൻ നമ്മുടെ ലൈഫ് സ്റ്റൈലും ഇപ്പോഴത്തെ ജനറേഷന്റെ ലൈഫ് സ്റ്റൈലും കൂടി ഒന്ന് കൂട്ടിക്കുഴയ്ക്കാതെ നമ്മൾ അതിനനുസരിച്ചുള്ള അഡ്രസ് ചെയ്യുന്ന ഒരു രീതിയിലുള്ള ക്രിട്ടിക്കൽ തിങ്കിങ്ങും ഡിസിഷൻ മേക്കിംഗ് പവറും പല സാഹചര്യങ്ങൾ നോക്കിയിട്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഫാമിലി കോടതികൾ, കുടുംബ കോടതിയിൽ ഏറ്റവും കൂടുതൽ വരുന്ന കേസുകൾ എന്ന് പറയുമ്പോൾ ഈ പറയുന്ന പോലെ രാവിലെ എഴുന്നിട്ടില്ല. നമ്മളൊക്കെ സഹിച്ച കുറെ കാര്യങ്ങളായിരിക്കും. ഇപ്പോഴത്തെ കുട്ടികൾ പറയാ എന്താ വെച്ചാല് എന്നെ ഇങ്ങനെ വഴക്ക് പറഞ്ഞു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ ഒരു ക്ലയന്റ് അവര് പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ, ചെറിയ കുട്ടിയാണ്. ആ കുട്ടി പറഞ്ഞത് എന്താ വെച്ചാല് എന്നെ ചീത്ത പറഞ്ഞു, ഞാൻ പിന്നെ എന്തോ ഒരു കറി ഉണ്ടാക്കിയതിൽ അതില് ഭയങ്കരമായിട്ട് മോശം കാര്യം പറഞ്ഞു. അപ്പം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഞാൻ എന്നിട്ട് കുറെ സമയം ബീച്ചിൽ പോയിരുന്നു. ബീച്ചിൽ പോയിരുന്നിട്ട് കുറെ കഴിഞ്ഞിട്ടും ഇവർ വന്ന് വിളിച്ചില്ല. സോ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഫാക്ട്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ കേൾക്കുന്ന സമയത്ത് വി വിൽ തിങ്ക് ദാറ്റ് എത്ര സില്ലി ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. അത് എന്താ പറയാ, ഒരു പേഷ്യന്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ക്ഷമയില്ലാത്തതിന്റെ പ്രശ്നമാണ് ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് നമ്മൾ അഡ്രസ് ചെയ്യും. പക്ഷെ ഇങ്ങനെയാണ് പല കേസുകളും നോക്കുന്ന സമയത്ത് ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള കേസുകളാണ്. അതായത് പണ്ട് നമ്മൾ സഹിച്ചിരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പണ്ട് വളരെ സാധാരണമെന്ന് തോന്നുന്ന കാര്യങ്ങളെല്ലാം ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇറ്റ്സ് ലൈക്ക് ദേ കനോട്ട് ടേക്ക് ഇറ്റ്. അവർക്ക് എടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഇമോഷണൽ ബാരിയർ ഉണ്ട്. അപ്പൊ നമുക്കത് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ വെച്ചാൽ നമ്മളത് കുറച്ചും കൂടി ക്രിട്ടിക്കലി ചിന്തിക്കുക, ഡിസിഷൻ മേക്കിംഗ് പ്രോപ്പർ ആക്കുക. ഇനി ഇതിൽ പുതിയ കുട്ടികൾ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി പേഷ്യന്റ് ആയിട്ട് ചിന്തിക്കുക. പണ്ടത്തെ ആളുകളുടെ
തിങ്കിങ് എന്താണ് ഇന്നതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് അഡ്രസ് ചെയ്യാനുള്ള ഒരു സാഹചര്യം കുട്ടികളും ഉണ്ടാവുക. അതായത് ഒരു ക്രിട്ടിക്കലായിട്ട് നമ്മൾ ഒരു ഡിസിഷൻ മേക്കിങ്ങിലേക്ക് വരുന്നത് ലൈഫിലുള്ള പല ഇൻസിഡൻസും നോക്കിയിട്ട് അതിലൊരു ഡിസിഷൻ മേക്കിംഗ്, അതിലൊരു ഇൻസിഡന്റ് പിക്ക് ചെയ്തിട്ട് ഓക്കെ ഫൈൻ ഇങ്ങനെ ചെയ്താലാണ് പ്രൂഡൻസ്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഒരു മർഡർ എന്ന് പറയുന്നത് പല രീതിയിലും നമുക്ക് ന്യായീകരിക്കാൻ പറ്റും. ചില ആളുകൾ പറയും അയാൾ എന്നെ കുത്താൻ വന്നതാണ്, അപ്പൊ ഞാൻ കുത്തി, ഇനി എന്നെ റേപ്പ് ചെയ്യാൻ വന്നു, ഞാൻ കുത്തി, അതല്ല എന്നെ അടിക്കാൻ വന്നപ്പോ ഞാൻ വിചാരിച്ചു എന്നെ അയാൾ കൊലപാതകം ചെയ്യാൻ വന്നതാണ്, സോ ഞാൻ കുത്തി. ഇതെന്ന് പറയുമ്പോൾ ന്യായീകരണം അല്ലെ, നമ്മൾ ഓരോ കാര്യത്തിനും ഓരോ ന്യായീകരണം ഉണ്ടാവും. അപ്പം ഒരു മർഡർ എന്ന് പറയുന്ന ഡെഫിനറ്റ്ലി അതൊരു ശിക്ഷയാണ്, അത് നമ്മൾ റേപ്പ് ചെയ്യാൻ വന്നതാണെങ്കിലും അല്ലാതെ ആണെങ്കിലും. ന്യായീകരണം എന്ന് പറയുന്നത് ആ ഒരു റീസണബിലിറ്റീനെ അളക്കുന്ന ഒരു കാര്യമാണ്. അതായത് നമ്മൾ എത്രത്തോളം ന്യായീകരിക്കപ്പെടാം എന്ന ഒരു കണക്ക് വെച്ചിട്ട് ചില കാര്യങ്ങളുടെ സഡൻ പെട്ടെന്നുള്ള ഒരു അതായത് റിഫ്ലെക്സ് ആക്ഷൻ എന്ന് പറയും, നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ അടിക്കുന്നിടത്ത് തിരിച്ചിങ്ങനെ ഒരു അടിക്കും. അപ്പം ആ ഒരു സംഗതി അല്ലാത്ത ബാക്കിയെല്ലാം നമ്മുടെ കയ്യിൽ കൺട്രോളിലുള്ള കാര്യമാണ്. അതുപോലെ തന്നെയാണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. നമ്മൾ റീസണബിലിറ്റി എത്രത്തോളം നമ്മൾ ന്യായീകരിക്കപ്പെടും എന്ന് നമുക്കൊരു ചിന്ത ഉണ്ടായിരിക്കണം. ഓക്കെ, ഞാൻ ഇന്നത് പറഞ്ഞാൽ അത് മോശമല്ല, ഇന്നത് പറഞ്ഞാൽ അത് നല്ലതാണ് എന്നുള്ള ഒരു റീസണബിലിറ്റി ചെക്ക് നമ്മൾ എപ്പോഴും ഉണ്ടായിരിക്കണം. അത് ഈ പറഞ്ഞ പോലെ ഒരു ഹെൽത്തി ലിവിങ് ജീവിക്കുന്ന ആളുകൾ, ഹെൽത്തി ആയിട്ട് നമുക്ക് തോന്നുകയാണ് ഓക്കെ ദിസ് പീപ്പിൾ ആർ ലിവിങ് ഒരു ഹാപ്പി ലൈഫാണ്, ഒരു ഹെൽത്തി ലൈഫാണ്, കുറച്ച് കാര്യങ്ങൾ അവരിൽ നിന്നും നമുക്ക് എടുക്കുന്നതിന് ബുദ്ധിമുട്ടില്ല. സോ ഇന്ന ഇൻസിഡൻസ് ആണ് അവർ ചെയ്യുന്നത്, അവർ ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്, ഇന്ന കാര്യങ്ങളാണ് അവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ കുറച്ച് കാര്യങ്ങൾ നമുക്ക് മെല്ലെ ഇംബൈബ് ചെയ്തിട്ട് നമുക്ക് അത് നമ്മുടെ ലൈഫിൽ പ്രാവർത്തികമാക്കാം. അങ്ങനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് വരുത്തുന്നത്. അതായത് സമകാലികമായിട്ടുള്ള അല്ലെങ്കിൽ ചുറ്റുമുള്ള ആളുകളുടെ നല്ല ഹാബിറ്റ്സ്, നല്ല ലിവിങ്, നല്ല ഡിസിഷൻ മേക്കിംഗ് എടുത്ത് ആ ഒരു കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് പകർത്തുക. അല്ലെങ്കിൽ ചില പുസ്തകങ്ങളിൽ പറയും ഇന്ന സംഭവമാണ് നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങൾ റീസണബിലിറ്റി എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത് എന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അതിനനുസരിച്ച് നമ്മൾ അതിൽ പ്രതിപാദിക്കുക. ഒരു റീസണബിലിറ്റി ചെക്ക് എന്ന് പറയുന്നത് തന്നെ ഒരു വലിയൊരു ടോപ്പിക്കാണ്, അതെങ്ങനെ ചെക്ക് ചെയ്യാന്നുള്ളത്. കാരണം ഇൻസിഡന്റ് വൈസ് നമ്മൾ ഓരോന്നിനെ എടുക്കുക, അതിൽ എത്രത്തോളം വാട്ട് യു കോൾ ഒരു പോസിറ്റീവ് ഇമ്പാക്ട് എത്രത്തോളം വരുത്തിയിട്ടുണ്ടെന്നുള്ളത് നോക്കുക. അപ്പം അതൊരു വലിയൊരു ഇതാണ്. അപ്പം നമ്മൾ ആദ്യം ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ ചുറ്റുമുള്ള ആളുകളിൽ നിന്ന് പഠിക്കാൻ പറ്റുന്ന പാഠങ്ങൾ പഠിക്കുക എന്നുള്ളത്. പിന്നെ സെൽഫ് ഡിസിപ്ലിൻ ആൻഡ് സെൽഫ് മോട്ടിവേഷൻ വിച്ച് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മളെ ഒരു ലൈഫ് ഒന്നേ ഉള്ളൂ. അപ്പം നമ്മൾ ആസ് എൻ ഇൻഡിവിജ്വൽ നമ്മൾ ഒരാളേ ഉള്ളൂ. നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് നമ്മുടെ കരങ്ങളിൽ തന്നെയാണ്. എത്ര നമ്മൾ ന്യായീകരിച്ചാലും ഇറ്റ് ഈസ് ബൗണ്ട് ബൈ ഫാമിലി, ഇറ്റ് ഈസ് ബൗണ്ട് ബൈ അതർ പീപ്പിൾ, അതൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മുടെ ചുറ്റുമുണ്ട്. പക്ഷെ സെൽഫ് എന്ന് പറയുന്ന ഒരു വാട്ട് യു കോൾ, നമ്മളാണ് ഒരു സെന്റർ ഓഫ് അട്രാക്ഷൻ. നമ്മളെ തന്നെ ഒരു സെന്റർ ഓഫ് അട്രാക്ഷൻ ആക്കി വെക്കണം. കാരണം എവ്രി പേഴ്സന്റെ ഇടയ്ക്ക് നമ്മൾ എന്താ പറയാ, നമ്മുടെ ഒരു ഐഡന്റിറ്റി എന്ന് പറയുന്നത് പ്രിസർവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് ഫസ്റ്റ് വേണ്ടത് സെൽഫ് ഡിസിപ്ലിൻ ആണ്. ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും സെൽഫ് ഡിസിപ്ലിൻ ഉണ്ട്. കാരണം രാവിലെ എഴുന്നേൽക്കുക എന്ന് പറയുന്നത് സെൽഫ് ഡിസിപ്ലിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വേണ്ട കാര്യമാണ് നമ്മൾ എന്തെങ്കിലും ഗോൾ അച്ചീവ് ചെയ്യാന്ന്. ചെറിയ ചെറിയ ഗോൾസ് ആയിരിക്കും. ഇപ്പം ഈ പറയുന്ന പോലെ ഇനി ഇത് കഴിഞ്ഞ ഈ സെഷൻ കഴിഞ്ഞാൽ എന്റെ ഗോൾ എന്ന് പറയുന്നത് ഒരു 7:30 7:45 ആവുമ്പോഴത്തേക്ക് എന്റെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആവുക, ടിഫിൻസ് മക്കളുടെ റെഡി ആവുക, എന്നിട്ട് 8 o'clock ആവുമ്പോഴത്തേക്ക് എന്റെ ഡ്രസ്സിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് 8:15 ആവുമ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം. സോ ദാറ്റ് ഈസ് മൈ ഇപ്പത്തെ ഒരു ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടുള്ള ഗോൾ എന്ന് പറയുന്നത് അതാണ്. അപ്പം 8:15 അവിടെ എത്തി, 9 o'clock അവിടെ എത്തി കഴിഞ്ഞാൽ പിന്നെ ദെൻ മൈ ഡേ സ്റ്റാർട്ട്സ്. 9 o'clock ഫസ്റ്റ് ഞാൻ ചെയ്യുന്ന കാര്യം എന്തൊക്കെയുണ്ട് എന്റെ ഷെഡ്യൂൾ, അതായത് ഇന്ന് ചെയ്യേണ്ട വർക്ക്സ്, ബ്രേക്ക് വരെ ഇത്ര വർക്ക്സ് ഉണ്ടാവും, ബ്രേക്കിന് ശേഷം ഇത്ര വർക്ക്സ്. അതിനിടയ്ക്ക് എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ബ്രേക്സ് എടുക്കും. അതെന്താ വെച്ചാൽ നമ്മുടെ സെൽഫ് എൻഹാൻസ്മെന്റിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വേറെ സെൽഫ് ഇവാലുവേഷന് വേണ്ടിയിട്ട്. സോ ദാറ്റ് ഈസ് ഓൾസോ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അത് so that is also very very important. Excuse me one moment. Yeah. So that is so sorry.
സോ യാ, സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ സെൽഫ് ഡിസിപ്ലിൻഡ് ആയിട്ട് സെൽഫ് മോട്ടിവേറ്റഡ് ആയിരിക്കുക. ആരും നമ്മൾ ചുറ്റും വന്നിട്ട് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ ഉണ്ടാകും. ദർ വിൽ ബി സിറ്റുവേഷൻസ്, ദർ വിൽ ബി പീപ്പിൾ ഹു വിൽ മോട്ടിവേറ്റ് us, ബട്ട് ഓണസ്റ്റ്ലി വി ആർ ദ പീപ്പിൾ ഹു ക്യാൻ മോട്ടിവേറ്റ് അവർ സെൽഫ്സ്. അപ്പൊ നമ്മൾ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുക. ഇന്നത്തെക്കാളും കൂടുതൽ നമ്മൾ നാളെ എന്ത് കൂടുതൽ ചെയ്തു. ഇപ്പം വായന എന്ന് പറയുന്നത് ഒരു ഹാബിറ്റാണ്. ആ വായിക്കാൻ ഒട്ടും ഇഷ്ടമില്ലാത്ത ആളുകളാണെങ്കിൽ ഇന്നൊരു പേജ്, ഒറ്റൊരു പേജ് ഇന്ന് വായിക്കുക. എന്നിട്ട് പിറ്റേ ദിവസം നെക്സ്റ്റ് ഡേ 2 പേജ് വായിക്കുക. മൂന്നാമത്തെ ദിവസം 3 പേജ് വായിക്കുക. സോ അത് ഹാബിറ്റ് വളർത്തുക എന്നതിലുപരി അതെന്ന് പറയുന്നത് ഒരു സെൽഫ് ആയിട്ടുള്ള ഒരു മോട്ടിവേഷൻ ആണ്. വായന എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ഒരു സെൽഫ് ഓറിയന്റഡ് ആയിട്ടുള്ള സാധനമാണ്. അത് നമുക്ക് ഡെഫിനറ്റ്ലി റിസൾട്ട്സ് തരും. അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലും പോസിറ്റീവ് ആയിട്ട് നമുക്ക് ഇന്നത്തെക്കാളും കൂടുതൽ നാളെ എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക. പിറ്റേ ദിവസം അതിനേക്കാൾ ഡബിൾ ചെയ്യാം. സോ അത് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുക, നമ്മളൊരു സെൽഫ് എൻറിച്ച്ഡ് ചെയ്യുക, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കുക. എങ്ങനെയാണ് നമ്മൾ സെൽഫ് മോട്ടിവേറ്റഡ് ആയിരിക്കുക? എക്സസൈസ് ഇസ് അതർ വേ ഓഫ് ഗെറ്റിംഗ് സെൽഫ് മോട്ടിവേറ്റഡ്. എന്താ പറയാ, ഒരു 5 minutes അല്ലെങ്കിൽ 10 minutes സ്കിപ്പ് ചെയ്യാം. ഇപ്പൊ ഞാൻ ചെയ്യുന്ന കാര്യം സ്കിപ്പിംഗ് റോപ്പ് എടുക്കുക, ഒരു 50 rounds സ്കിപ്പ് ചെയ്യാം. സോ ടൈം ഇല്ലാത്തവർക്ക് അങ്ങനെ ചെയ്യാം. ഇനി ടൈം ഉള്ളവരാവുന്ന സമയത്ത് ഒരു 20 minutes യൂട്യൂബ് വീഡിയോ ഉണ്ടാവും, പല എക്സസൈസസ്. അപ്പം അത് നോക്കിയിട്ട് അതുപോലെ തന്നെ ചെയ്യാം. അത് നമ്മൾ പെർഫെക്റ്റ് ആവണം എന്നുള്ളതല്ല, പക്ഷെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ടെത്തുന്ന പല റീസൺസ്. അതല്ലെങ്കിൽ ഒരു ഡാൻസ് ആയിരിക്കാം. നമുക്ക് ഡാൻസ് നന്നായിട്ട് കളിക്കണം എന്ന് അറിയണം നിർബന്ധമില്ല. പക്ഷെ നമ്മളെ ഒരു പെർസ്പെക്റ്റീവില് നമ്മൾ നന്നായി ഡാൻസ് ചെയ്യുന്നുണ്ട്, നമ്മൾ നന്നായി പാട്ട് പാടുന്നുണ്ട്. സോ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ, നമ്മളെ ഒരു മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുമോ, നമ്മളൊരു സെൽഫ് എന്താ പറയാ, നമ്മുടെ ഒരു എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ പറ്റുമോ അതെല്ലാം നമ്മൾ ചെയ്യാം. വാട്ട് എവർ ഇറ്റ് ഈസ്. ബി കുക്കിംഗ് ആയിരിക്കാം. കുക്കിങ്ങിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളവർ കുക്കിംഗ് കുറച്ചും കൂടി എങ്ങനെ ഭംഗിപ്പെടുത്താം, അല്ലെങ്കിൽ നമുക്ക് സാറ്റിസ്ഫൈ ആവുന്ന രീതിയിലേക്കുള്ള ഒരു എൻഹാൻസ്മെന്റ് വെക്കാം എന്നുള്ള രീതിയിൽ നമ്മൾ തന്നെ റിസർച്ച് ചെയ്തിട്ട് നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ടെക്നിക്സ് നമ്മൾ കണ്ടുപിടിച്ചേ പറ്റും. കാരണം ദാറ്റ് ഇസ് വെരി ക്രൂഷ്യൽ. നൗ നെക്സ്റ്റ് വൺ ഇസ് ഫിനാൻഷ്യൽ ലിറ്ററസി. ഫിനാൻഷ്യൽ ലിറ്ററസി അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ഭദ്രത. സാമ്പത്തിക ഭദ്രത എന്ന് പറയുമ്പോൾ എല്ലാവരും ഇപ്പം സമ്പാദിക്കണം നിർബന്ധമില്ല ഒരു ഫാമിലിയിൽ. ഇനി എല്ലാവരും സമ്പാദിക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. അപ്പം നമ്മൾ കഴിയുന്നതും നമ്മുടെ രീതിയിലുള്ള സമ്പാദ്യങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഇനി ഇല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മളെ കയ്യിൽ എത്തിപ്പെടുന്ന പൈസനെ സംരക്ഷിക്കുക എന്നുള്ള ഒരു കാര്യങ്ങൾ ചിന്തിക്കുക. ഇനിയിപ്പം ബാങ്കിൽ സേവ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ, ഇനി അതല്ലെങ്കിൽ പിഗ്ഗി ബാങ്ക് എന്ന് പറയും, അതായത് കാശിക്കുഞ്ചി എന്ന് പറയുന്ന, അപ്പൊ അതിൽ ഇട്ടിട്ട് സമ്പാദിക്കുകയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം ഞാൻ ഇത്ര രൂപയ്ക്ക് സ്പെൻഡ് ചെയ്തു, നാളെ ഞാൻ ഇത്ര രൂപയാണ് സ്പെൻഡ് ചെയ്യുക എന്നുള്ള ഒരു കറക്റ്റ് പ്രോപ്പർ ഇവാലുവേഷൻ. അതായത് ആറ്റിൽ കളഞ്ഞാലും അളന്ന് കളയാനേ പാടൂ എന്ന് പറയുന്ന ഒരു ഡിസിപ്ലിൻ ഉണ്ട് ഫൈനാൻഷ്യൽ. ആ ഒരു ഡിസിപ്ലിൻ നമ്മൾ എപ്പോഴും കൊണ്ടുവരണം. ആ ഒരു ഫിനാൻഷ്യൽ ലിറ്ററസി എന്ന് പറയുന്നത് നമ്മളൊരു ലൈഫ് സ്കില്ലിന്റെ ഭാഗം തന്നെയാണ്. അത് നമ്മൾ നിർബന്ധമായിട്ടും നമ്മൾ കൈവരിക്കേണ്ട ഒരു സംഭവമാണ്. അതായത് എത്രയാണ് നമ്മൾ കുറെ സ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, ലെറ്റ് ഇറ്റ് ബി. നമ്മൾ ഒരുപാട് രൂപ ഡ്രസ്സ് വാങ്ങാൻ ചെയ്യുന്നുണ്ട്, ലെറ്റ് ഇറ്റ് ബി. പക്ഷെ നമ്മുടെ കയ്യിൽ അതിനനുസരിച്ചുള്ള പ്രോപ്പർ അക്കൗണ്ടിങ്. ഓക്കെ, ഞാൻ ഇത്ര രൂപ ഡ്രസ്സിന് വേണ്ടിയിട്ട് ഈ മാസം ചെലവഴിച്ചു, ഞാൻ ഇത്ര രൂപ വാഹനത്തിന് വേണ്ടിയിട്ട് ചെലവഴിച്ചു എന്നുള്ള ഒരു കണക്ക് കറക്റ്റ് ആയിട്ട് നമ്മൾ പ്രോപ്പർ ആയിട്ട് മോണിറ്റർ ചെയ്യാൻ കഴിയുക എന്നുള്ളത് നമ്മുടെ ഒരു ഹെൽത്തി ലിവിങ്ങിന്റെയും കൂടി ഭാഗമാണ്. ആൻഡ് ദെൻ ഹെൽത്ത് എന്ന് പറയുന്നത് ഡയറക്ട്ലി കണക്റ്റഡ് ടു ഫുഡാണ്. നമ്മൾ കഴിക്കുന്ന ഇൻടേക്ക് എന്താണോ അതിന് ഡയറക്ട്ലി കണക്റ്റഡ് ആണ്. മാക്സിമം നന്നായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇത് ലൈഫ് സ്കില്ലിൽ എങ്ങനെയാണ് ഇമ്പോർട്ടൻറ്റ് എന്ന് പറഞ്ഞാൽ, ഹെൽത്തി ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് ഒരു ലൈഫ് സ്കില്ലിന്റെ ഭാഗമാണ്. നമ്മൾ നല്ലൊരു ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ അടുത്ത് തന്നെ ആളുകൾക്കും പിന്നെ നമുക്ക് തന്നെ ഒരു സെൽഫായിട്ടുള്ള ഒരു സന്തോഷം വരുന്ന ഒരു കാര്യമാണ്. ഓൾസോ ദെൻ അഡാപ്റ്റബിലിറ്റി, ഫ്ലെക്സിബിലിറ്റി എന്നൊക്കെ പറയുന്നത്, നമ്മളൊരു സിറ്റുവേഷനിൽ വന്നു, നമ്മൾ കുറച്ച് ആളുകളുടെ അടുത്ത് വന്നു, അവിടെ നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമുക്ക് അറിയാത്ത ഒരു സമൂഹത്തിന്റെ അടുത്ത്, ഒരു ക്രൗഡിന്റെ അടുത്ത് വന്നാൽ നമ്മൾ എങ്ങനെയാണ് അതിനെ അഡ്രസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അതിന് ഫ്ലെക്സിബിൾ ആവുന്നത്. ഇപ്പൊ നമ്മൾ ഭയങ്കര ഗൗരവമുള്ള ആളുകളാണ് എന്ന് വിചാരിക്കും. അപ്പൊ നമ്മൾ ഒരു ഭയങ്കര ഫണ്ണായിട്ട് ഭയങ്കര ചിരിച്ച് അട്ടഹസിച്ച് നടക്കുന്ന ഒരു ക്രൗഡിന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതേ ഗൗരവത്തിൽ ഇരിക്കും, എന്നിട്ട് ഇങ്ങനെ ഒബ്സർവ് ചെയ്യും. പക്ഷെ അവരെ അൺകംഫർട്ടബിൾ ആക്കാത്ത രീതിയിൽ, അതായത് അവർക്ക് ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ
രീതിയിൽ നമ്മുടെ ക്യാരക്ടർ പ്രിസർവ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ. പക്ഷെ നിങ്ങൾ ഇവിടുന്ന് ഒച്ചയും ബഹളവും ഉണ്ടാക്കരുത്, നിങ്ങൾ ഇവിടുന്ന് സംസാരിക്കരുത് എന്ന് പറയുന്ന ഒരു ക്രൗഡിന്റെ അടുത്ത് നമ്മൾ പറയുമ്പോൾ നമ്മൾ അലീനേറ്റഡ് ആവുകയാണ്. നമ്മൾ എന്താ പറയുന്നത്, നമ്മുടെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് അവിടെ ചെറുതാവുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഫ്ലെക്സിബിൾ ആവണം. പല ആളുകളാണ്, പല ഇൻഡിവിജ്വാലിറ്റി ആണ്, എല്ലാവർക്കും പല ക്യാരക്ടേഴ്സ് ആണ്. ഒരു വീട്ടിൽ തന്നെ 4 പേരുണ്ടെങ്കിൽ ആ 4 പേർക്കും 4 സ്വഭാവമാണ് ഉണ്ടാവുക. അപ്പം അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊന്ന് ഫ്ലെക്സിബിൾ ആവണം. സോ ദീസ് കുറേ കാര്യങ്ങളുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അഡ്രസ് ചെയ്യുന്നതാണ് ലൈഫ് സ്കിൽസ് എന്ന് പറയുന്നത്. അപ്പം കുക്കിംഗ് ആണെങ്കിൽ ഇപ്പം ഒരു ലൈഫ് സ്കില്ലാണ് നന്നായിട്ട് കുക്ക് ചെയ്യാന്ന് പറയുന്നത്. അത് പൊതുവെ പറയാറുണ്ട്, ജെൻഡർ ഇക്വാലിറ്റിയിൽ നമ്മൾ കുക്ക് ചെയ്യണം. നമ്മുടെ ഒരു ഇപ്പൊ 90s ജീവിക്കുന്നവരാണെങ്കിൽ ദേ വിൽ ബിലീവ് ദാറ്റ് ലേഡീസ് ആർ ദർ ടു കുക്ക്. ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറയുന്നത് കുറച്ചും കൂടി മാറ്റം വന്നിട്ടുണ്ട്. ദേ വോണ്ട് എവരിബഡി, മെൻ ആണെങ്കിലും വിമൺ ആണെങ്കിലും ബോത്ത് ഓഫ് ദം ഹാവ് ടു കുക്ക് എന്നുള്ളത്. അപ്പം നമ്മൾ നമ്മുടെ ഇനി വരുന്ന തലമുറയ്ക്ക് നമ്മൾ എന്ത് ചെയ്യുക, ആ സ്കില്ലും കൂടി ഡെവലപ്പ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ എന്താ പറയാ, സ്വന്തമായിട്ട് ചെയ്യാൻ, അതായത് സ്വന്തമായിട്ട് ഒരു സ്ഥലത്ത് എത്തിപ്പെട്ടാൽ, ഒരു ഐലൻഡിൽ നമ്മൾ എത്തിപ്പെട്ടു, വേറെ ആരുമില്ല. അപ്പൊ ആ സമയത്ത് അയാൾ സർവൈവ് ചെയ്യാൻ, ജീവിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അതെല്ലാം നമ്മൾ ലൈഫ് സ്കില്ലായിട്ട് മനസ്സിലാക്കുക. അതെല്ലാം ഒരു കുട്ടിയെ അല്ലെങ്കിൽ ഒരു പൊതുതലമുറയെ നമ്മൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടും അമ്മയായിട്ടും അച്ഛനായിട്ടും വന്നിട്ടുള്ള ആളുകളാണെങ്കിൽ അവര് സന്നദ്ധരാവുക. അതുപോലെ തന്നെ കുട്ടികളായിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവര് ഞാനൊരു എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ വേണം എന്നുള്ളത് അഡ്രസ് ചെയ്ത് അതിനനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. സോ ലൈഫ് സ്കിൽ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ലൈഫ് സ്കിൽ എന്ന് പറയുന്നത് പല എന്താ പറയാ ക്രൈറ്റീരിയാസ് ആണ്, പല കോഷൻസും കൂടി ഇൻക്ലൂഡഡ് ആണ് ലൈഫ് സ്കിൽ എന്ന് പറയുന്നത്. ഇന്ന ഒരു കാര്യം എന്നല്ല, എല്ലാ കാര്യങ്ങളും കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ലൈഫ് സ്കില്. അതെന്തൊക്കെയാണ് നമ്മുടെ ലൈഫിൽ ഇംപ്രൂവ്മെന്റ് വരുത്തേണ്ട കാര്യങ്ങൾ, ആ കാര്യങ്ങളിൽ നമ്മൾ ഫോക്കസ് ചെയ്യുക, അഡ്രസ് ചെയ്യുക. ഒരു ദിവസം ഒരു ചെറിയ കുഞ്ഞു കാര്യത്തിൽ തുടങ്ങിയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. കാരണം മോർണിംഗ് എഴുന്നേൽക്കുന്നത് തന്നെ ഒരു പോസിറ്റീവ് കാര്യമാണ്. ആഫ്റ്റർ ദാറ്റ് എവറിഥിങ് വിൽ ഫോൾ ഇൻ പ്ലേസ്. സോ ദിസ് ഇസ് ഓൾ അബൌട്ട് മൈ സെഷൻ. താങ്ക് യു സോ മച്ച്. Okay, thank you. Hello? ഓക്കെ, താങ്ക് യു സെബി മാം, താങ്ക് യു സോ മച്ച്. നല്ലൊരു സെഷൻ തന്നെയായിരുന്നു. അപ്പം ഇനി നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള മെമ്പേഴ്സിന് ഇന്നത്തെ നിങ്ങളുടെ ഈ ഒരു സെഷനെ കുറിച്ചിട്ട് ഫീഡ്ബാക്ക് പറയാനുള്ള ടൈമാണ്. സോ നിങ്ങൾക്ക് ഹാൻഡ് റൈസ് ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാവുന്നതാണ്. ഫസ്റ്റ് ആരാണ് ഫീഡ്ബാക്ക് പറയാൻ വരുന്നത്? സജീർ സർ. സജീർ സാർ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാമോ? ഓക്കെ, നദീറ മാം. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാം. നല്ലൊരു ക്ലാസ് ആയിരുന്നു. നമ്മൾ ജീവിതത്തിൽ പകർത്തേണ്ട ഒരുപാട് കാര്യങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞു തന്നു. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഓക്കെ, താങ്ക് യു. താങ്ക് യു നദീറ മാം, താങ്ക് യു സോ മച്ച്. അർച്ചന മാം. ഓക്കെ, ഗുഡ് മോർണിംഗ് ടു ഓൾ. ഗുഡ് മോർണിംഗ് സെബി മാം. തീർച്ചയായിട്ടും ലൈഫ് സ്കിൽസ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണെന്നുള്ള കാര്യം മാം രാവിലെ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നു. അതില് ക്രിട്ടിക്കൽ തിങ്കിങ്, ഏത് പോയിന്റ് എടുത്താലും, ടൈം മാനേജ്മെന്റ് ആണെങ്കിലും ക്രിട്ടിക്കൽ തിങ്കിങ് ആണെങ്കിലും അതുപോലെ തന്നെ മണി മാനേജ്മെന്റ്, എല്ലാം ഓരോരുത്തരുടെയും ജീവിതത്തിൽ എത്രമാത്രം പ്രാവർത്തികമാക്കുന്നുവോ അത്രമാത്രം വിജയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ള കാര്യം മനസ്സിലായി. എപ്പോഴും ഡിസിഷൻ എടുക്കുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ പ്രോൺസ് ആൻഡ് കോൺസ് ഒക്കെ നോക്കി മാത്രമേ എടുക്കാവൂ എന്ന് മാമ പറഞ്ഞു. അപ്പം പൊതുവെ ഡെയിലി ലൈഫിൽ എന്തൊക്കെ ഇമ്പ്രൂവ്മെന്റ് വരുത്തണം എന്നുള്ള ഒരു ഐഡിയ നമ്മുടെയൊക്കെ ജീവിതത്തിൽ കിട്ടിയിട്ടുണ്ട്. താങ്ക് യു മാം, താങ്ക് യു വെരി മച്ച്. താങ്ക് യു അർച്ചന മാം. സിന്ധു മാം. ഹായ്, മാജിക് മോർണിംഗ്. ഹായ് മാം, നല്ലൊരു സെക്ഷൻ ആയിരുന്നു നിർത്തത്. അതുപോലെ തന്നെ നല്ലൊരു പ്രസന്റേഷൻ ആയിട്ട് എനിക്ക് തോന്നി. നല്ല ക്ലാസ് ആയിരുന്നു. ഓക്കെ, താങ്ക് യു.
താങ്ക് യു സിന്ധു മാം. ഓക്കെ, അപ്പൊ ഫീഡ്ബാക്ക് പറയാനുള്ളവര് ഹാൻഡ് റൈസ് ചെയ്യാം. ബഷീർ സർ. സെബിൻ മാം, മാജിക് മോർണിംഗ്. നല്ലൊരു ക്ലാസ് ആയിരുന്നു ലൈഫ് സ്കില്ല്. ഞാനിങ്ങനെ ഇന്നലെ പോസ്റ്റർ ഒന്നും കണ്ടില്ല, പക്ഷെ ഇന്ന് രാവിലെ എന്തോ എനിക്ക് പെട്ടെന്ന് ലൈഫ് സ്കില്ലിന്റെ ക്ലാസ് ഒക്കെ വിടാനായിരിക്കുന്നല്ലോ. അതേമാതിരി തന്നെ ഒരു ലൈഫ് സ്കില്ലാ വന്നത്. ലൈഫ് സ്കില്ല് ഒരു 5-10 ഉണ്ട് ഞാൻ പഠിച്ചതിൽ. ഒന്ന് സെൽഫ് അവയർനെസ് വേണം, ഡിസിഷൻ മേക്കിംഗ്, പ്രോബ്ലം സോൾവിങ്, ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, എംപതി, അങ്ങനെ തുടങ്ങിയിട്ട് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, പിന്നെ കോപ്പിംഗ് വിത്ത് സ്ട്രെസ്, കോപ്പിംഗ് വിത്ത് ഇമോഷൻ, ക്രിയേറ്റീവ് തിങ്കിങ്, അങ്ങനെ ക്രിയേറ്റീവ്, പിന്നെ ക്രിട്ടിക്കൽ തിങ്കിങ്, ഇങ്ങനെ 5-10 ഞാൻ ഇവിടെ വായിച്ചൊരു ഓർമ്മ. അതിൽ കുറെ മാം ടച്ച് ചെയ്തു. താങ്ക് യു, നല്ലൊരു ക്ലാസ് ആയിരുന്നു മാം. വണ്ടർഫുൾ ക്ലാസ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു ബഷീർ സർ. മണി സർ. മാജിക് മോർണിംഗ്, നല്ലൊരു സെഷൻ ആയിരുന്നു മാം. നല്ല ലൈഫ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്ത് നമ്മളെ ജീവിതം ഒരു സക്സസ്ഫുൾ ആക്കാനുള്ള രീതിയിലുള്ള ഒരുപാട് പോയിന്റ്സുകൾ, അതായത് നമ്മളെ ടൈം മാനേജ്മെന്റ്, ക്രിട്ടിക്കൽ തിങ്കിങ്, അതുപോലെ ഹെൽത്ത്, വെൽത്ത്, സ്വന്തമായിട്ടുള്ള ഒരു ഗോള്, സെൽഫ് ലവ്, അതൊക്കെ വളരെ മനോഹരമായ രീതിയിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഉപകാരപ്പെട്ട ക്ലാസ് ആയിരുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു മണി സർ. ഉണ്ണികൃഷ്ണൻ സർ. മാജിക് മോർണിംഗ് ഓൾ. താങ്ക് യു മാം. ഇന്നത്തെ ക്ലാസ് വളരെ വെരി ഇൻട്രസ്റ്റിംഗ് ആൻഡ് എനർജറ്റിക് ആയിരുന്നു. ഇതിലെനിക്ക് എടുത്തു പറയാനുള്ളത് സെൽഫ് മോട്ടിവേഷൻ ആവുക എന്നുള്ളതാണ്. അതായത് നമ്മളെല്ലാ സാഹചര്യങ്ങളിലൂടെയും കടന്നു പോകുന്ന വ്യക്തികളാണ്. പല ക്രിട്ടിക്കലായിട്ടും അതുപോലെ ഫിനാൻഷ്യലായിട്ടും ഇമോഷണൽ ആയിട്ടും എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. പക്ഷെ ഇതിനെല്ലാം പുറമെ നമ്മൾ സ്വയം അതിൽ നിന്നൊക്കെ ഉയർത്തെഴുന്നേൽക്കുക, അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോവുക. നല്ല ക്ലാസ് ആയിരുന്നു. എല്ലാ സെക്ഷനും എല്ലാ ഭാഗങ്ങളും നന്നായി കവർ ചെയ്തിട്ടുണ്ട്. കുറഞ്ഞ സമയം കൊണ്ട് നല്ലൊരു ക്ലാസ് തന്നതിന് താങ്ക് യു. താങ്ക് യു. താങ്ക് യു ഉണ്ണികൃഷ്ണൻ സർ. ബാബു സർ. യെസ് മാം. മാജിക് മോർണിംഗ് ടു ഓൾ. വളരെ വണ്ടർഫുൾ സെക്ഷൻ എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. എന്താന്ന് വെച്ചാല് നമ്മൾ സെൽഫ് മോട്ടിവേഷൻ ആവേണ്ടതിനെ കുറിച്ചും നല്ലൊരു തുടക്കം കുറിക്കേണ്ടതിനെ കുറിച്ചും അതോടൊപ്പം തന്നെ നല്ലോണം അവസാനിപ്പിക്കേണ്ടതിനെ കുറിച്ചും ടൈമിനെ വേസ്റ്റ് ആക്കാതെ, കാരണം രാവിലെ തുടക്കം കുറിക്കുന്നതിനെ കുറിച്ച് മാഡം വളരെ എടുത്ത് കാണിക്കുകയുണ്ടായിരുന്നു. കാരണം നല്ലൊരു തുടക്കമാണ് സക്സസിലേക്ക് വഴിതെളിക്കുന്നത് എന്ന് എടുത്ത് നമുക്കറിയാവുന്ന കാര്യമാണെങ്കിൽ പോലും നമ്മൾ ശ്രദ്ധിക്കാത്തവർക്ക് ശ്രദ്ധിക്കുന്നതിലേക്കുള്ള ഒരു വിരചുണ്ടലായി ഈ ക്ലാസ്. അതോടൊപ്പം തന്നെ സെൽഫ് മോട്ടിവേറ്റ് ആകേണ്ടതിനെ കുറിച്ചും ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായിരുന്നു. നമുക്ക് സക്സസ് ആകുന്നതിന്റെ Managed WordPress hosting by Hostinger. 3 super features will improve your website's performance. In this video, I'm going to share with you something that something that I've tried to search for a while, how to do this, which is in Canva. Let's say if you have different business account or a team account. So I do have 2. I'm registered in this team, and then I also have my own team under my main profile. So the thing is, I've been using this team for a while now, and in case you want to know how you can transfer your projects into your own team or a different team, in this video I'm going to show you that. So the first thing you want to do is to go to the login or navigate to the team account that your project is in. So let's say go to the projects, all projects, and let's say for this one
let's say for this, അതെന്താ ഇടയിൽ ഒരു ശബ്ദം let me കേറുന്നേ? check. Maybe this. Okay, so for this one, what you can do is to just മുഫിദ, share, and then select on the anyone with a link and make sure it's selected can edit, and then copy the link. മാം So once you've copied that link, എന്താണ് ഇവിടെ ചോദിക്കാതെ? അത് അവരുടെ അടുത്ത് സ്ക്രീൻ ഷെയർ go to the ചെയ്താണ് notepad. തോന്നുന്നു. Let's just say ആ. paste it, and then let's say that you have നമ്മളെ um നോക്കാനായില്ലേ? you have a, what do you call this? Let's say